ഞാൻ ജനിച്ചു വളർന്നത് കൈതപ്പുഴ കായലിൻ്റെ തീരത്ത്. പക്ഷെ അതുകൊണ്ടാവും എനിക്ക് മീനിനോടൊരു ഇഷ്ടം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടമാണ് എന്നെ ബിസിനസ്സിലെത്തിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി മീൻ വാങ്ങുമ്പോഴും അത് കട്ട് ചെയ്യുമ്പോഴും കറി വയ്ക്കാൻ എടുക്കുമ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിനെ സ്നേഹിക്കാൻ തുടങ്ങി. മീനിനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലെത്തിയത്. Good morning, madam. Fresh to home. When we get quality, chemical-free and hygienically packed fish that is selected from over 100 harbors in the country, we seldom realize the dedication behind it. In an amazing feat of earning around rupees 860 crore, the largest investment an Indian startup made in a single round, Fresh to Home turned out to be an inspiration for startups in Kerala and across the country. Co-founders Matthew Joseph and Sean Kadavil shares that adventurous and difficult journey that led them to this dream moment with channelim.com. ഞാൻ ആദ്യം തുടങ്ങിയത് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അരൂർ. ഞാനിപ്പോൾ എൻ്റെ ഫാക്ടറിക്ക് ഇരിക്കുന്ന അരൂർ മേഖല സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഹബ്ബാണ്. എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മീനും മീറ്റും ഒക്കെ സപ്ലൈ ചെയ്താണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ കമ്പനികളിലൊന്നും എനിക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ചിന്ത, എന്തിനാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എക്സ്പോർട്ട് ചെയ്തുകൂടെ എന്നതായി പിന്നത്തെ ചിന്ത. അന്നത്തെ കാലത്ത് പോലും ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു 5 കോടി രൂപ വേണം. അന്നത്തെ കാലത്ത് എനിക്കിതൊന്നും ഒരു സ്വപ്നം കാണാൻ പറ്റുന്നൊരു സംഖ്യയല്ല 5 കോടി. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ദുബായിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇവിടെ പച്ച മീനിന് നല്ല മാർക്കറ്റാണ്. അങ്ങനെ ദുബായി ചെന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ആഴ്ച കൊണ്ട് അതിൻ്റെ പാക്കിങ്ങും ഓരോ സ്ഥലത്തു നിന്നും വരുന്നതനുസരിച്ചാണ് പാക്കിങ് കാര്യങ്ങളെല്ലാം കണ്ടുപഠിച്ച് അവിടുത്തെ ഒരു കമ്പനിയിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തിയത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യമായി പച്ചമീൻ ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. Started off as a fish exporter, Matthew Joseph holds the credit for launching the world's first online fresh fish selling website, Sea to Home. Due to technical issues, that business had to close. It was while pondering over the next step that he received Sean Kadavil's call, which changed his life. ഷാൻ അന്ന് CEO ആണ് Zynga.comൻ്റെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ CEO ആണ്. അപ്പോൾ ഷാന് ടെക്നോളജിയിലുള്ള ഒരു അറിവ് എനിക്ക് മനസ്സിലായി, എനിക്ക് മീനുള്ള അറിവ് ഷാനും മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ 2015 കൈകോർക്കുന്നത്. ഞാനും ഷാനോടൊപ്പം ഒരു ടീമുണ്ടായിരുന്നു. അവരെല്ലാവരും കോർപ്പറേറ്റ് ടീമുകളാണ്, ഞാൻ മാത്രം മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും മാർക്കറ്റ് മീറ്റ്സ് കോർപ്പറേറ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ 2015 ഫ്രഷ് ടു ഹോം കൊണ്ടുവരുന്നത്. മത്സ്യ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ ഒരു രീതിയുണ്ട് ആ മത്സ്യ മാർക്കറ്റിന്. കടലിൽ നിന്ന് ഡയറക്റ്റ്ലി മീൻ എടുക്കുന്നു, പിന്നീട് അതിൽ ഇടനിലക്കാർ വരുന്നു, പിന്നെ ലോക്കലി അത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫ്രഷ് ടു ഹോം ടെക്നോളജി കൊണ്ട് അതിനെ മാറ്റിമറിച്ചത്. അപ്പോൾ ആ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ആ മാറ്റം ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ ചലഞ്ചിനെ എങ്ങനെയാണ് അത് മറികടന്നത്? കേരളത്തിലെ മീൻ പോലും 65% അമോണിയാണ്. ബാംഗ്ലൂരും ഡൽഹിയിലും അമോണിയയ്ക്ക് പുറമെ 13-15% ഫോമലുണ്ട്. ഇന്ന് ഞങ്ങൾ 125 കടപ്പുറങ്ങളിലായി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഇടം മുതൽ ഏകദേശം ഞങ്ങളൊരു 8 തലങ്ങളിലായിട്ട് ഇതിൻ്റെ ചെക്കിങ് നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവൻ ഫൈനൽ പാക്കറ്റിനകത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വീഴുന്നുള്ളൂ. ഈ കെമിക്കലുകളെല്ലാം ചേർക്കുന്നത് എന്തിനാണ്? ഈ മീനിൻ്റെ നഷ്ടപ്പെട്ടു പോയ കോൾഡ് ചെയിൻ നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചേർക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിടിക്കുന്ന അവിടെ മുതൽ എൻ്റെ കസ്റ്റമർ അടുത്ത് വരെ കോൾഡ് ചെയിൻ മുറിയാതെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നത് കൊണ്ടാണ് ഇത്ര ഫ്രഷായി ഈ മീനിനെ യാതൊരു കെമിക്കലുകളും ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. Apart from Kerala, Fresh to Home started a strong supply chain in cities like Delhi, Bangalore and Dubai. Fresh to Home will use the investment to distribute fresh vegetables, fish and meat to other cities in India. The first is that Fresh to Home has raised over $120 million. That's around 850 crores of investment.
Among the investors that has participated in this round, this includes the US government with its DFC fund, the Dubai government with the ICD, InvestCorp, Alana and Ascent Capital, and also our existing investors Iron Pillar. This also represents the first time that the US government DFC fund has invested in equity. This greatly personifies the trust that they have placed in us. They are also planning to expand the business to more countries, including Saudi Arabia. When started an unglamorous business like the fish trade, the Fresh to Home team, including Matthew and Sean, dreamt big and worked to make the impossible possible. ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ വിജയമല്ല, അല്ലെങ്കിൽ ഷാൻ്റെ വിജയമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും വിജയമല്ല, അത് ഞങ്ങളൊരു ടീമിൻ്റെ വിജയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ബിസിനസ്സിലേക്ക് വരുന്നവരായാലും ഒരിക്കലും നമ്മളൊരു സിംഗിൾ മാൻ കളിക്ക് പോകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇനിയുള്ള കാലം നമുക്ക് പറന്ന് നടന്ന് ലോകത്ത് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് വിജയിച്ചു പോകാൻ പറ്റും. Matthew Joseph and Sean Kadavil, who realized the potential of this 1,000 crore worth market and prepared a platform and corporate structure to tap its endless possibilities, have become entrepreneurial icons of Keralites as well as Indians. This is also the first time that we see a venture that originated in India getting the limelight from global investors at this scale and is among the largest agri-tech investments. We expect this growth to continue and we expect that Fresh to Home will grow to bigger heights over time. മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു താഴ്ന്ന തരം ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്നൊരു ലെവലിലായിരുന്നു ഇത് നിന്നിരുന്നത്. ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു ലെവലുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് മീൻ കച്ചവടം എന്ന് പറയുന്നത് അതല്ല, വേറെന്തൊക്കെയോ ആണ്, ഇതിനും എന്തൊക്കെയോ സാധ്യതകളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്ന കമ്പനികളെ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ പോലും ഈ കൊച്ചു കേരളത്തിലുണ്ടായ ഒരു മീൻ കച്ചവടത്തെ ശ്രദ്ധിക്കാനും പഠിക്കാനും, അങ്ങനെയാണല്ലോ അവർ നമ്മുടെ അടുത്ത് വരുള്ളൂ, പഠിക്കാനും അവർ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നത് കേരളത്തിൽ വളർന്നു വരുന്ന ഓരോ സ്റ്റാർട്ടപ്പുകാരനും ഇത് ഒരു പുതിയ ചൂടായിരിക്കും, പുതിയ അവസരമായിരിക്കും എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.